ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ബീഫ് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറേ സമയം വർത്താനം പറഞ്ഞിട്ട് ഇടങ്ങാറാക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യം ഇതൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 തക്കാളി, ഒരു 5-10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നല്ലോണം ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും, അതിലേക്കൊരു പച്ചമുളക്, പിന്നെ ഒരു 2 കറിവേപ്പില, പിന്നെ കുറച്ചധികം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ബീഫും കൂടി കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബീഫിൻ്റെ നെയ്യും കൊട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ കറിയെല്ലാം വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വെറും ഇറച്ചി മാത്രം ആക്കി കഴിഞ്ഞാൽ കറിക്ക് വലിയ ഫ്ലേവറൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനായത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ വലിയ ജീരകം, 2 ഗ്രാമ്പും, 2 പീസ് പട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ മസാലകളും മസാലപ്പൊടികളും ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് കുക്കർ ഒരു 8-10 വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാലും നമ്മൾ ബീഫ് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, വെറും തേങ്ങ മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടെല്ലാം പോയി കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഗ്രേവി നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ അരക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങയെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ബീഫെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. എയറെല്ലാം പോയി കഴിഞ്ഞ് ഞാനത് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മിക്സും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഉപ്പെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേ നേരം തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. തേങ്ങ ഓൾറെഡി കുക്കായതാണല്ലോ. അതുകൊണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വേറെ ദിവസം വരാം കേട്ടോ. ടാറ്റാ.